ഞാൻ വണ്ടമ്മയുടെ സ്വദേശിയാണ്. കരുണാകരൻ എന്നാണ് പേര്. ഞാൻ വളരെ കാലമായി ഈ ശ്വാസതടസ്സം മൂലം ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഒരു രോഗിയായിരുന്നു. എനിക്ക് 2 ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. അത് സൈലൻ്റ് ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് അറിയാൻ കഴിയാതെ പോയി. പക്ഷേ ശ്വാസതടസ്സം വളരെ കൂടുതൽ വർദ്ധിച്ചപ്പോൾ എൻ്റെ മകനും ബന്ധുക്കളും ചേർന്ന് നെടുങ്കണ്ടം ആശുപത്രിയിൽ പോയി. കാർഡിയോളജിസ്റ്റ് കരോൾ ജോസഫ് എന്ന് പറഞ്ഞ ഡോക്ടറെ സമീപിച്ചു. അദ്ദേഹം പരിശോധന നടത്തിയതിൽ ഈ ഹാർട്ട് അറ്റാക്ക് 2 പ്രാവശ്യം ഉണ്ടായെന്ന് കണ്ടുപിടിച്ചത് അദ്ദേഹമാണ്. അതുമൂലം എൻ്റെ ലങ്സിനോട് ചേർന്ന് 3 ബ്ലോക്കുകളുണ്ടായി. അതും അദ്ദേഹം കണ്ടുപിടിച്ചാണ്. അതുകൊണ്ട് അത് ശസ്ത്രക്രിയ നടത്തി മാറ്റാതെ ശ്വാസതടസ്സം മാറ്റാൻ പ്രയാസമാണ് എന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയും അന്ന് അദ്ദേഹം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് പോകേണ്ടതായിട്ടും അവിടെ ഒരാഴ്ച സമയം താമസിക്കേണ്ടതായിട്ടും വന്നു. അങ്ങനെ അവിടെ ഒരു ആൻജിയോഗ്രാമും ഒരു ആൻജിയോപ്ലാസ്റ്റിയും അവിടെ നടത്തി. അത് 2024 ഒക്ടോബർ 18 ആയിരുന്നു. അതിനുശേഷം 2 മാസം കഴിഞ്ഞ് 3ാമത്തെ ബ്ലോക്ക് മാറ്റേണ്ടതായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുമതല കാഞ്ഞിരപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലായി. വീണ്ടും അദ്ദേഹത്തെ പോയി കണ്ടപ്പോൾ ഞാനിപ്പോൾ കാഞ്ഞിരപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്, അതുകൊണ്ട് അവിടെ വന്നാൽ നമുക്കത് ശസ്ത്രക്രിയ നടത്താതെ തന്നെ ഒരു ആൻജിയോപ്ലാസ്റ്റിയോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള ഏതെങ്കിലും ക്രിയകൾ നടത്തി നമുക്ക് തടസ്സം മാറ്റാമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയും അതനുസരിച്ച് എൻ്റെ മകനും ബന്ധുക്കളും ചേർന്ന് എന്നെ കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിൽ കൊണ്ടുപോവുകയും അത് കഴിഞ്ഞ മാസം ഏതാണ് ജനുവരി 8 എന്നെ അവിടെ കൊണ്ടുപോവുകയും ജനുവരി 10 ആൻജിയോപ്ലാസ്റ്റി നടത്തി 3ാമത്തെ തടസ്സവും നീക്കിയിട്ടുള്ളതാണ്. അദ്ദേഹം ഒരു പൈസ പോലും പ്രതിഫലം പറ്റാതെയാണ് എന്നോട് ഈ കാരുണ്യ പ്രവർത്തനം കാണിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ അന്വേഷണത്തിൽ ആരോട് തന്നെയും അദ്ദേഹം ഒരു 10 പൈസ വാങ്ങിക്കാത്ത ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ആശ്രയിച്ച് ധാരാളം ഈ കരൾ രോഗികൾ, ഹൃദ്രോഗികൾ ദിവസേന നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നുണ്ട്. എന്നാൽ ഈ ശസ്ത്രക്രിയ നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലുണ്ട്. ആ താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയായിട്ട് അപ്ഗ്രേഡ് ചെയ്ത് ഗവൺമെൻറ് ഉത്തരവായിട്ടുണ്ടെങ്കിലും അതിനനുസരിച്ച് ഒരു നല്ല കാർഡിയോളജിസ്റ്റിനെ അവിടെ ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തെ ഈ ചുമതല ഏൽപ്പിക്കുകയാണെങ്കിൽ 10-20 കിലോമീറ്ററിന് ഉള്ളിലുള്ള ഈ രോഗികളെല്ലാം വളരെ ഭംഗിയായി രക്ഷപ്പെടുകയും ഈ രോഗത്തിൽ നിന്ന് മുക്തി പ്രാപിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഗവൺമെൻറ് എത്രയും വേഗം താല്പര്യം എടുത്ത് അദ്ദേഹത്തെ അവിടെ കാർഡിയോളജിസ്റ്റായിട്ട് പോസ്റ്റ് ചെയ്യണമെന്നാണ് ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത്.